ഞാൻ ഇന്ന് മുട്ടയും ബീൻസും തോരൻ വെക്കാൻ പോവുകയാണ്. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ബീൻസ് ഈ നീളത്തിലാണ് അരിഞ്ഞെടുക്കാനുള്ളത്. ഇതിന് ഒരരപ്പ് തയ്യാറാക്കണം. അതിനായി ഞാൻ കുറച്ച് തേങ്ങ, ഒരു പിടി തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ട് വരട്ടെ. ഞാൻ അരപ്പൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. മുട്ടയും തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട്. ചട്ടി വെച്ച് കൊടുത്ത് ചട്ടിയിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുകയാണേ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. എനിക്ക് ഒത്തിരി പാത്രങ്ങളൊന്നുമില്ല കേട്ടോ. അതാണ് ഞാൻ എപ്പോഴും ഈ തോരനും ഇതൊക്കെ വെക്കുമ്പോൾ ഇത് തന്നെ കാണിക്കുന്നത്. കറിവേപ്പില, ബീൻസ് ഒന്നിട്ട് കൊടുക്കാം. ബീൻസിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഞാൻ അരപ്പിട്ട് കൊടുക്കുകയാണേ. അരപ്പിന് മഞ്ഞളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നന്നായി ഇളക്കി വെച്ച് കൊടുക്കാം. ഈ അരപ്പിലേക്ക് ഉപ്പിടണ്ട, കാരണം ഞാൻ ബീൻസിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. അടച്ച് വെച്ച് കൊടുത്ത് ചെറുതീയിൽ വേവിക്കാൻ പോവുകയാണ്. ഈ മുട്ട ഉണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ആരാണ് ഒരു കഷ്ണം എടുത്ത് കഴിക്കാത്തത്? പക്ഷേ ഞാൻ മുഴുവൻ മുട്ട വെച്ച് കറി വെച്ചാൽ എടുക്കില്ല. ഇതിപ്പം ഞാൻ തന്നെ തീർക്കുമെന്ന് തോന്നുന്നു. 2-3 കഷ്ണം ഞാൻ കഴിച്ചിട്ടുണ്ട്. തോരത്തിൽ ഉപ്പില്ല, അപ്പം ഞാൻ ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കുകയാണേ. നന്നായി ഇളക്കി വെച്ചെടുക്കാം. വെന്ത് വരുന്നുണ്ട്. ഈ ബീൻസൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ഉടഞ്ഞു പോകാതെ ഒന്ന് പതുക്കെ ഇളക്കി വെച്ച് കൊടുക്കണം. ഞാനൊന്ന് ഇളക്കി വെച്ചോട്ടെ. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ഭയങ്കര ടേസ്റ്റാണ്. ചൂട് കൊണ്ട് എനിക്കൊന്നും പറയാൻ വയ്യ. എല്ലാവരും വെച്ച് നോക്കണേ. ഭയങ്കര ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്.